ഹായ് ഓൾ, റോസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ പോകുന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു രഹസ്യ കഥയാണ്. മരണത്തിന് ശേഷം വീണ്ടും ജന്മമുണ്ടോ? ഈ ഒരു ചോദ്യം നമ്മളിൽ ഓരോരുത്തരെയും എപ്പോഴെങ്കിലും തേടിയെത്തിയിട്ടുണ്ടാവും, അല്ലേ? ഇന്നത്തെ കഥ ആ ചോദ്യം കൂടുതൽ ശക്തമാക്കാനും ചിലർക്ക് മറുപടി നൽകാനും വേണ്ടിയാണ്. ഇത് ശാന്തി ദേവി എന്ന ചെറിയ പെൺകുട്ടിയുടെ ജീവിതകഥ, ഒരു പുനർജന്മത്തിൻ്റെ അത്ഭുത സാക്ഷ്യം. കഥ തുടങ്ങുന്നത് 1926 ഡൽഹിയിലെ ഒരു സാധാരണ വീട്ടിൽ നിന്നാണ്. ഒരു സമാധാനപ്പെട്ട ദിവസം റായ് ദർശൻ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അവളെ ശാന്തി ദേവി എന്നാണ് വിളിച്ചത്. കുഞ്ഞു വളരാൻ തുടങ്ങി. എല്ലാം സാധാരണമായിരുന്നു. പക്ഷെ 4-ാം വയസ്സിൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ശാന്തി ദൈനംദിന ജീവിതത്തിൽ തന്നെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. എൻ്റെ യഥാർത്ഥ വീട് ഡൽഹിയല്ല, ഞാൻ മറ്റൊരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ആളാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ഇത് ബാലകൽപ്പനയാണ് എന്നാണ് മാതാപിതാക്കൾ കരുതിയതെങ്കിലും അവൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തവും യാഥാർത്ഥ്യവുമായതായിരുന്നു എന്ന് അവർക്ക് പിന്നീട് മനസ്സിലാവാൻ തുടങ്ങി. ശാന്തി വീണ്ടും വീണ്ടും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ പേര് ശാന്തിയല്ല, ഞാൻ ലുബ്ധി ദേവിയാണ്. ഞാൻ ഉത്തർപ്രദേശിലെ മധുരയ്ക്ക് സമീപമുള്ള മുത്ര ഗ്രാമത്തിൽ താമസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പേര് കേദാർനാഥാണ്. എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. പ്രസവത്തിന് ശേഷം ഞാൻ മരിച്ചുപോയി എന്നൊക്കെയാണ് ശാന്തി പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഈ വാക്കുകൾ ഒരു 4 വയസ്സുകാരിക്ക് സാധിക്കാത്ത വിധം വ്യക്തവും ശരിയായതുമായിരുന്നു. കഥ ഇനി ഒരു രഹസ്യമായ വഴിയിലേക്ക് തിരിയുകയാണ്. ശാന്തിയുടെ പിതാവ് ഈ കാര്യങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ കണ്ടെത്തിയത് അതിശയകരമായിരുന്നു. 3-4 വർഷങ്ങൾക്ക് മുൻപ് ശാന്തി പറയുന്ന ഗ്രാമത്തിൽ ലുബ്ധി ദേവി എന്നു പേരുള്ള ഒരു സ്ത്രീ പ്രസവത്തിന് ശേഷം മരിച്ചു പോയിരുന്നു. കഥ കേട്ട് ആശ്ചര്യചകിതരായ ലുബ്ധി ദേവിയുടെ കുടുംബവും ശാന്തിയെ കാണാനെത്തി. ഭർത്താവ് കേദാർനാഥ്, തൻ്റെ മകൻ എന്നിവരെ കണ്ടപ്പോൾ ശാന്തി കണ്ണീരോടെ പറഞ്ഞു, നിങ്ങൾ എത്തി. എത്ര ദിവസമായി ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു. ഒരു കുഞ്ഞ് ഇത്രയേറെ വികാരത്തോടെ ഒരു അന്യനെ തിരിച്ചറിയുന്നത് എല്ലാവരെയും അമ്പരിപ്പിച്ചു. അവളുടെ എല്ലാ വിവരങ്ങളും, വീട്ടിൻ്റെ വിന്യാസം, അവസാന ദിവസങ്ങളിൽ ലുബ്ധി അനുഭവിച്ച വേദനകൾ, പ്രസവത്തിനിടയിലെ മരണം, എല്ലാം 100% ശരിയായിരുന്നു. 1930-കളിൽ ഇന്ത്യയിൽ ഈ സംഭവം വലിയ ചർച്ചയായി. പണ്ഡിതർ, സൈക്കോളജിസ്റ്റുകൾ, ഗവേഷകർ, പത്രപ്രവർത്തകർ എല്ലാവരും ശാന്തി ദേവിയെ പരിശോധിച്ചു. മഹാത്മാഗാന്ധി വരെ ഈ കേസ് അന്വേഷിക്കാൻ ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ശാന്തിയെ മുത്ര ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അവൾ ഒരു വഴിയും തെറ്റാതെ തൻ്റെ പഴയ വീട് കാട്ടിക്കൊടുത്തു. ഇത്രയും വ്യക്തതയോടെ പുനർജന്മം സംബന്ധിച്ച വാദങ്ങളെ പിന്തുണയ്ക്കുന്ന കേസ് ഇതുവരെ വിരളമാണ്. ശാന്തി ദേവിയുടെ ജീവിതം നമ്മോട് ഒരു ചോദ്യം ഉയർത്തുന്നു. ജീവൻ ഇവിടെ അവസാനിക്കുന്നുണ്ടോ, അതോ മറ്റെവിടെയെങ്കിലും തുടരുന്നുണ്ടോ? അവളുടെ ഓർമ്മകൾ യാഥാർത്ഥ്യമെങ്കിൽ മരണം ഒരു യാത്രയുടെ അവസാനമല്ല, ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കം മാത്രമാണ്.